ഹായ് ഓൾ, ഇൻസ്പെർ ടെക്നിക്കൽ പി എസ് സിയുടെ ഒരു ഇൻഫോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം KW ഓവർസീസ് ഗ്രേഡ് 3യുടെ സിലബസ് റിവൈസ് ആയിട്ടുണ്ട്. കാരണം മെക്കാനിക്കലും അതുപോലെ തന്നെ സിവിലും ഇപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു മെക്കാനിക്കലിന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് മെക്കാനിക്കൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സ്ക്ലൂസീവ് ലൈവ് സെക്ഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ന്യൂ സിലബസ്. അതായത് എൻറ്റയർലി ഈ ക്ലാസ്സുകൾ എന്തായാലും എടുക്കുകയാണ്, പുതിയതായിട്ട് തന്നെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ട് തന്നെ നമ്മൾ പോകും. എല്ലാ ക്ലാസ്സുകളുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ലൈവായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ വെക്കും. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ എന്ത് ചെയ്യും, ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ എക്സ്ക്ലൂസീവ് ലൈവ് സെക്ഷൻസ് പോകുന്നു. അതിനുശേഷം ആ ക്ലാസ്സിന്റെ എൻഡിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ്, അത് ഇൻക്ലൂഡിങ് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കലിലെ പല പല എക്സാമുകൾ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തി ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റ് എൻഡ് ഓഫ് ദി സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആ ഡിസ്കഷന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നമ്മളൊരു മോക്ക് ടെസ്റ്റ് സീരീസ് ആയിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ബേസ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഈ ക്ലാസ്സിനെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതായത് ഒരു ക്ലാസ്, ആ ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ഒരു റാൻഡം മോക്ക് ടെസ്റ്റ് എന്ന കൺസെപ്റ്റിൽ നമ്മൾ മാറി ക്ലാസ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യാണ്. ഓക്കെ, കുറച്ചും കൂടെ ഒരു തറു സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. എന്നിട്ട് ഈ മോക്ക് ടെസ്റ്റിന്റെ PDF നിങ്ങൾക്ക് തരും. ഓക്കെ, വിത്തൗട്ട് ആൻസർ തരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OMR പ്രാക്ടീസ് നടത്താൻ പറ്റും. കാരണം എപ്പോഴും ഈ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിന് റിയൽ എക്സ്പീരിയൻസ് ആരും ചെയ്യാറില്ല. അപ്പൊ ഇതിന്റെ PDF വിത്തൗട്ട് ആൻസർ നമ്മൾ തരും. ആ ആൻസർ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ക്ലാസ്സിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് നോക്കി നിങ്ങൾക്ക് ആൻസേഴ്സ് വെരിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് എത്രത്തോളം മാർക്ക്, നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെക്കാനിക്കൽ സൈഡ് ഓക്കെയാണ്, നമ്മൾ ഒരു മെക്കാനിക്കൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്ക്ലൂസീവ് ലൈവ് സെക്ഷൻസ് ആയിട്ട് നടത്തുന്നുള്ളൂ. എന്നിട്ട് ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ സിവിലിന്റെ റെക്കോർഡഡ് ലൈബ്രറി ഇതിനൊരു ആഡ് ഓൺ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എക്സ്ക്ലൂസീവ് ആണെങ്കിലും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സിവിൽ പോർഷൻ കൂടി വേണ്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ റെക്കോർഡ് ലൈബ്രറി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സിവിൽ റെക്കോർഡ് ലൈബ്രറി ഏകദേശം 130 വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ആണ്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ, സർവേ, ഡ്രോയിങ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ, അതായത് സ്പെഷ്യൽ QP സീരീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ലൈബ്രറി ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിൽഡിംഗ് മെറ്റീരിയലിന്റെയും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് CAD, എസ്റ്റിമേഷൻ, ഇറിഗേഷൻ, സർവേ, ഈ ഇത്രയും സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ, അതായത് മൈന്യൂട്ട് പോയിന്റ്സ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്ത് ഡിസ്കഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വിത്ത് ദിസ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വിട്ടിട്ടൊരു ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ മാക്സിമം ആ ഒരു രീതിയിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ബട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ മെക്കാനിക്കൽ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടുള്ള ഒരു സിലബസിന്റെ ഒരു പാറ്റേൺ അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പണ്ട് മെഷീൻ ടൂൾസും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പോർഷൻസ് ഒന്നും ഇല്ല. പകരം കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ടോപ്പിക്കുകൾ, IC എഞ്ചിൻ, മെഷീൻ ടൂൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി മാറി നമ്മൾ പുതിയതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് സിവിലിന്റെ ആസ്പെക്ട്സ് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും പഴയതിൽ നിന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് കണ്ടുപോയാൽ മതി. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ മോക്ക് ടെസ്റ്റ് സീരീസിൽ എന്തൊക്കെ ഉണ്ടാവും, നിങ്ങൾ OMR പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ OMR പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഇല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ആപ്പിൽ നോക്കി, ആപ്പിൽ മോക്ക് ടെസ്റ്റിൽ ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷനോട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിന് ആൻസേഴ്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു കോഴ്സ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതായത് KW ഓവർസീസ് ഗ്രേഡ് 3 ക്രാക്ക് ചെയ്യാനുള്ള എല്ലാം തന്നെ ഈ കോഴ്സിൽ ഉണ്ടായിരിക്കും. ബട്ട് നമ്മുടെ കോഴ്സിന്റെ പേര് മെക്കാനിക്കൽ എക്സ്ക്ലൂസീവ് എന്ന് ഇടാൻ കാര്യം, മെക്കാനിക്കൽ മാത്രമായിരിക്കും നമുക്ക് എന്തുണ്ടാവുള്ളൂ, ലൈവായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ക്ലിയർ? അപ്പൊ ഇപ്പോൾ നമ്മൾ ഒരു ഏർലി ബേർഡ് ഓഫർ നമ്മൾ 25-ാം തീയതിയാണ് ഇതിന്റെ ലൈവ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റ് വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്ലാറ്റ് 2000 ഓഫ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 999 രൂപയ്ക്ക് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ കാരണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ, ഇപ്പോൾ കഴിഞ്ഞ
KW ഓവർസിലെ ഗ്രേഡ് 3 റിസൾട്ട് എടുക്കുമ്പോഴായാലും ഏകദേശം 250-300ഓളം പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരുണ്ടായിരുന്നു. കുറേ പേര് ജോലിക്ക് കയറി. ബട്ട് അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എല്ലാവരിലേക്ക് ഈ കോഴ്സ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ എയിമിൽ തന്നെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കാണാം എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.